ഹാപ്പിയാണോ? ഞാൻ ഹാപ്പിയാണ്. ഭുവനേഷ് ഹാപ്പിയാണ്. മരുമോളുടെ ഏറ്റവും പിടിച്ച ക്യാരക്ടർ എന്തമ്മ? എന്നത് അവങ്ങളുടെ ഗുണം ഗുണം അല്ല, മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം, അനുമോളുടെ കല്യാണം കഴിഞ്ഞു. അവർ രണ്ടുപേരും നല്ല സന്തോഷത്തോടു കൂടി ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് പിടിക്കാത്ത കുറെ പേര് ഇപ്പോഴും ചൊറിച്ചിന് മാറാതെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു വെച്ചാൽ ഏത് രീതിയിൽ നമുക്ക് കുറ്റങ്ങൾ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഒരു പാർട്ടി നടത്തുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. അതിനകത്ത് ഡാൻസ് കളിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. ഭുവനുമായിട്ട് തന്നെയാണ് ഡാൻസ് കളിക്കുന്നത് എല്ലാം. പക്ഷെ അതിന് പോലും ബാഡ് കമന്റ്സ് ഇടുന്നവരാണ് ഒരുപാട് പേര്. ആ കമന്റുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇപ്പോഴും ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ലൂപ്പിൽ നിന്നും പുറത്തേക്ക് വരാത്ത കുറെ പേരാണ് ഈ കമന്റ് ഇടുന്നത് എന്നുള്ളതാണ്. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം, അതിനു മുമ്പ് ഇത്രയും സൈബർ ആക്രമണം ഇല്ലായിരുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം അതുപോലെ നെഗറ്റീവ് പറയുന്ന ഒരുപാട് പേര്, കൂടുതലും കമന്റിലൂടെയാണ് കേട്ടോ. അപ്പൊ വീഡിയോ ചെയ്തും ഇതുപോലെ തന്നെ വീഡിയോ ചെയ്തെടുത്ത് കാണിക്കുന്നവരൊക്കെ ഉണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ. എന്തായാലും നിലവിൽ അനുമോളും ഹസ്ബൻഡും നല്ല സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പിടിക്കാത്ത കുറച്ചു പേർ ഏത് നെഗറ്റീവ് എങ്ങനെ കണ്ടെത്താം, ചെറിയ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും അതെങ്ങനെ കണ്ടെത്തി വലുതാക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. രണ്ടുപേരും നല്ല ജോഡികളാണ്, നമ്മളെല്ലാവരും കണ്ടതുമാണ്. അനുമോളുടെ അതേ ക്യാരക്ടറിന് പറ്റിയ ഒരാളെയാണ് കിട്ടിയിരിക്കുന്നത്. അത് അങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യമാണ്. രണ്ടുപേരും അതുപോലെ നല്ല ജോഡികളും, രണ്ടുപേരും നല്ല ജോഡിയാണ്. അതുപോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യലായിട്ട് തന്നെ ഇടപെടുന്നു. ഇതെല്ലാം നമ്മൾ വീഡിയോയിൽ കൂടി കണ്ടതാണ് കേട്ടോ, വീഡിയോയിൽ കൂടി കാണുന്നുണ്ട്. ഇപ്പൊ അനുമോള് ഞാൻ പറഞ്ഞില്ല ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ. എന്തായാലും ഞാൻ അതെന്താണെന്ന് വായിക്കാം. ജീവിതത്തിൽ സന്തോഷം കിട്ടുമ്പോൾ അതിനെ ആഘോഷിക്കുന്നതിനേക്കാൾ അതിൽ കുറവ് കണ്ടെത്താൻ ശ്രമിക്കുന്നവരും ഉണ്ടാകും. ഞാൻ വിവാഹം കഴിച്ചത് എന്റെ ജീവിതത്തിലേക്ക് ദൈവം തന്ന ഒരു നല്ല മനുഷ്യനെയാണ്. ഭാഷയും നാടും വ്യത്യസ്തമായിരിക്കാം, പക്ഷേ സ്നേഹത്തിനും ബഹുമാനത്തിനും കരുതലിനും അതിരുകളില്ല. ഈ പറയുന്ന ഭുവൻ എന്നാണ് ആ പുള്ളിയുടെ പേര്. ഒരു തമിഴ് ലാംഗ്വേജ് സംസാരിക്കുന്ന ആളാണ്. ഈ തമിഴ് ലാംഗ്വേജ് സംസാരിക്കുന്നത് വെച്ചിട്ട് തന്നെ ഒരുപാട് പേര് തമിഴിനെ കിട്ടിയുള്ളൂ, മലയാളിയെ കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. മലയാളികൾക്ക് എന്താ കുറവ്, മലയാളികൾക്ക് ഇപ്പൊ പെണ്ണുങ്ങളെ കിട്ടത്തില്ല, എല്ലാവരും കൂടി ഇപ്പം തമിഴ്നാട്ടുകാരെയും നോർത്ത് ഇന്ത്യക്കാരെയൊക്കെ തേടി പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകളൊക്കെ കണ്ടിരുന്നു. അപ്പൊ അതിലല്ല ഇപ്പൊ കാര്യം. തമിഴനാണോ മലയാളിയാണോ അല്ലെങ്കിൽ വേറൊരു ഭാഷക്കാരനാണോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ആരുടെ ഒപ്പം ആണെങ്കിലും മലയാളികൾ കല്യാണം കഴിച്ചിട്ട് സന്തോഷമായിട്ട് ജീവിക്കാത്ത എത്രയോ പേരുണ്ട്. തമിഴ്നാട്ടുകാർ കല്യാണം കഴിച്ചിട്ട് സന്തോഷമായിട്ട് ജീവിക്കാത്ത എത്രയോ പേരുണ്ട്. വലിയ വലിയ കല്യാണങ്ങളൊക്കെ നടത്തി രണ്ടുപേരും ഒത്തൊരുമിച്ച് പോകുന്നു നമ്മൾ കരുതിയവരെല്ലാം ഒരുപാട് പേര് ഇപ്പൊ വേർപിരിഞ്ഞ കഥകൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിലൊന്നുമല്ല കാര്യം, മനസ്സുകൾ തമ്മിലുള്ള ചേർച്ചയാണ്. ഈ വിവാഹ ജീവിതം എന്ന് പറയുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്ന മനസ്സുകൾ തമ്മിലുള്ള ചേർച്ചയും വിട്ടുകൊടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലതൊക്കെ വിട്ടുകൊടുക്കേണ്ടി വരും. അത് അഡ്ജസ്റ്റ്മെന്റ്. ഈ വിവാഹ ജീവിതം എന്ന് പറയുന്നത് മുന്നോട്ട് പോകണമെങ്കിൽ രണ്ടുപേരും രണ്ടിടത്തുനിന്ന് വരുന്നവരാണ്. അപ്പൊ അതൊക്കെ ഒന്ന് മുന്നോട്ട് പോകണമെങ്കിൽ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പറ്റത്തുള്ളൂ. എന്തായാലും അങ്ങനെയുള്ള നല്ല ഒരു ഭർത്താവിനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നാണ് അനുമോൾ ഇവിടെ പറയുന്നത്. ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അറിയാതെ ഒരു ഫോട്ടോ കണ്ടോ ഒരു വീഡിയോ കണ്ടോ ഭാവി പ്രവചിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഒരു ബന്ധത്തിന്റെ ശക്തി പുറത്തുനിന്ന് നോക്കി അളക്കാൻ കഴിയില്ല. സത്യമായ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പുറമേ നമ്മൾ ഒരുപാട്, ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ നമ്മൾ ഒരുപാട് ഡിവോഴ്സ് കേസുകളും ഒരുപാട് ഒളിച്ചോട്ടങ്ങളൊക്കെ നമ്മൾ കണ്ടു. നമ്മളെ പുറമേ കാണിക്കുന്നത് എന്താണ്? നമ്മളെ കാണിക്കുന്നത് അവർ ഭയങ്കര സന്തോഷവാനാണ്, അവർ ഭയങ്കര സന്തോഷമാണ് എന്നൊക്കെ നമ്മളെ കാണിക്കും, ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. പക്ഷെ അവരുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ പറയുന്നത് ഇത് പുറമേ ഉള്ള മോടി കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ വിലയിരുത്താൻ വരേണ്ട. ഞങ്ങളിപ്പോൾ നല്ല സന്തോഷത്തോടുകൂടിയാണ് ജീവിക്കുന്നത്, അങ്ങനെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. ഒരു ബന്ധത്തിന്റെ ശക്തി പുറത്തു നിന്ന് അളക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. കറക്റ്റ് കാര്യമാണ്. അവരാണ് ജീവിക്കുന്നത്, അവർ രണ്ടുപേരുമാണ് ജീവിക്കുന്നത്. അപ്പം അവർ രണ്ടുപേരുമുള്ള സന്തോഷ നിമിഷങ്ങൾ, അവർ തമ്മിലുള്ള കാര്യങ്ങൾ, അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പലരും നമ്മളെ വന്നിട്ട് ഉപദേശിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ ഇങ്ങനെ ആയിരിക്കണം, ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ നിമിഷ നേരം കൊണ്ട് ഡൈവോഴ്സ് ആയി പോകുന്നതൊക്കെ നമ്മൾ കണ്ടു. ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ്മെന്റും അതുപോലെ തന്നെ ഒത്തൊരുമിച്ച് പോകാനുള്ള ഒരു മനസ്സും ഒക്കെയാണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരാളെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങളുടേതായ കുറവുകൾ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന അങ്ങനെയുള്ള ഒരാളെയാണ് എനിക്ക് കിട്ടിയത് എന്നാണ് അനുമോൾ ഇവിടെ ചുരുക്കത്തിൽ പറയുന്നത്. നല്ല വാക്കുകൾ പറയാൻ കഴിയുന്നില്ലെങ്കിൽ മൗനം പാലിക്കാം. കാരണം ഓരോ കമന്റിനും പിന്നിൽ
ഒരു മനുഷ്യന്റെ മനസ്സുണ്ട്. ഇപ്പൊ കമന്റ് ഇടുന്നവർ കൂടുതലും ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കമന്റ് വരുന്നത്, അല്ലെ റിയൽ അക്കൗണ്ടിൽ നിന്ന് ആയിക്കോട്ടെ. നമ്മളിപ്പോൾ ഒരാൾക്കെതിരെ ഒരു കമന്റ് ഇടുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഒരാളുടെ സന്തോഷത്തിൽ ഒരു കമന്റ് ഇടുമ്പോൾ, ഒരു സങ്കടത്തിൽ ഒരു കമന്റ് ഇടുമ്പോൾ, തീർച്ചയായിട്ടും അത് ഒരാളുടെ മനസ്സ് തന്നെയാണ്. നമ്മളുടെ മനസ്സിൽ എന്താണോ ആ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ മനസ്സിൽ വിചാരിച്ച് വെച്ചിരിക്കുന്നത്, അതിനനുസരിച്ചുള്ള കമന്റുകളെ നമ്മൾ ഇടാറുള്ളൂ. അത് ആരാണെങ്കിലും. റിയൽ അക്കൗണ്ട് ആണെന്ന് ഞാൻ പറയുന്നത് കേട്ടോ. ഫേക്ക് അക്കൗണ്ടിൽ വന്ന് ഇടുന്നവർ ധൈര്യമില്ലാത്തവരാണ്. അവരും അപ്പോഴും അവർക്ക് മറ്റുള്ളവരോടുള്ള അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോടുള്ള ഭയങ്കരമായ പകയോ ദേഷ്യമോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടക്കേട് ഇതൊക്കെ ആയിരിക്കാം. അതും പ്രകടിപ്പിക്കുന്നത് ഒരാളുടെ മനസ്സ് തന്നെയാണ്. എന്നാലും കൂടുതലും ഞാൻ ഈ ഫേക്ക് അക്കൗണ്ടിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ ഈ റിയൽ അക്കൗണ്ടിനെയാണ് പറഞ്ഞത്. കൂടുതലും ആൾക്കാരും ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഒരുപാട് പേർക്ക് കമന്റ് ഇടുന്നത്. ഡബിൾ ഡാഡി സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ളവർ. ഞങ്ങളുടെ ജീവിതം സന്തോഷത്തോടെ ജീവിക്കും. നിങ്ങളുടെ അനുഗ്രഹങ്ങളും സ്നേഹവും കൂടെ ഉണ്ടെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിലും ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോകും. ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്കുള്ള ചുട്ട മറുപടിയാണ്. നീയൊക്കെ നെഗറ്റീവ് കമന്റ് ഇട്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. ഞങ്ങളുടെ ജീവിതമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾക്കൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല. നിങ്ങൾ ഇടുന്നവരെ ഇട്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, മനുഷ്യരാണ്. ഇപ്പം അനുമോളുടെ കമന്റ് ബോക്സിൽ വന്ന് ചിലപ്പം കമന്റ് ഇടുമ്പോൾ അനുമോൾ ശ്രദ്ധിക്കും, ശരിയാണ്. പക്ഷെ അനുമോൾ പറയുന്നത് ഞങ്ങൾക്ക് അതൊരു വിഷയമുള്ള കാര്യമല്ല. നിങ്ങൾ എന്തൊക്കെ നിങ്ങൾ വിചാരിച്ചാലും, നല്ലത് വിചാരിച്ചാലും കെട്ടത് വിചാരിച്ചാലും ഞങ്ങളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. കമന്റ് ഇടുന്നവർ അവിടെ ഇരുന്ന് ഇട്ടോട്ടെ. ബാഡ് കമന്റ് ഇടുന്നവരുടെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. എല്ലാവർക്കും സ്നേഹവും സമാധാനവും മാത്രം നേരുന്നു എന്നാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കറിയാം ഇത് ഇടാനുള്ളൊരു കാരണം തന്നെ ഈ അനുമോളെ വട്ടം ചുറ്റിയാണ് ആക്രമിക്കുന്നത്. ഇത്രയും വലിയ കുറ്റം എന്ത് ചെയ്തു, ഇത്രയും വലിയ തെറ്റെന്ത് ചെയ്തു അനുമോള്? എനിക്ക് അതാണ് മനസ്സിലാകാത്തത്. ഇത് ആർക്കും കിട്ടാത്ത പോലുള്ള സൈബർ ആക്രമണമാണ് ഇപ്പൊ അനുമോള് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയ്ക്ക് വലിയ കുറ്റം ചെയ്തത് എന്ത്? ആ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു കപ്പ് നേടിയതാണോ ഇത്രയും വലിയ പ്രശ്നം? ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിമാണ്. ആ ഗെയിമിൽ നമുക്ക് പലരെയും ഇഷ്ടം ഉണ്ടാകും, ഇഷ്ടക്കേടുണ്ടാകും. ഒരാൾ ജയിക്കും. അത് ഒരാൾ ജയിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ആൾ ജയിക്കാത്തതിൽ നമുക്ക് ചിലപ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ മറ്റ് ജയിച്ച ഒരാളിന്റെയോ അല്ലെങ്കിൽ മറ്റൊരാളിനെയോ വ്യക്തിപരമായിട്ട് പോയി ആക്ഷേപിച്ചുകൊണ്ടാവരുത്. നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാകാം മറ്റൊരാളോട്, നിങ്ങൾ ആ ഇഷ്ടം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക. അതുപോലെ അങ്ങനെ പറഞ്ഞിട്ട് മറ്റൊരാളെ പോയിട്ട് എന്തിനാണ് ഇങ്ങനെ പകയോടുകൂടി ഇപ്പോഴും പകയോടുകൂടി തന്നെ പോയിട്ട് അവരുടെ കമന്റ് ബോക്സിൽ പോയി കമന്റ് ഇടുക, അവര് വേറെ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുക? അതൊന്നും നല്ലൊരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. നിങ്ങൾ കാര്യമായ കാര്യമാണെങ്കിൽ നിങ്ങൾ കമന്റ് ഇടൂ, ഡീസന്റ് ആയിട്ട് കമന്റ് ഇടൂ, കുഴപ്പമില്ല. ഇപ്പൊ ഒരു തെറ്റ് കണ്ടു, അത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നിടുന്നതുകൊണ്ട് പോലെയല്ല വൾഗറായിട്ട് വന്നിട്ട് കമന്റ് ഇടുന്നവരും ഉണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം അനുമോളാണെങ്കിൽ അനുമോളുടെ പെണ്ണുകാണൽ ചടങ്ങിന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എത്രമാത്രം സന്തോഷം. മാർച്ചിൽ എങ്ങാണ്ടാണ് കേട്ടോ ഈ പെണ്ണുകാണൽ നടന്നത്. അപ്പൊ ഇപ്പോഴാണ് ആ വീഡിയോ പുറത്തു വിടുന്നത്. അതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇവർ തമ്മിലുള്ള ഒരു ബോണ്ട്, അതിൽ അവരുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അത്രയ്ക്ക് ഫ്രീ ആയിട്ടാണ് അവിടെ ഇടപെടുന്നത്. അതുപോലെ തന്നെ ഈ അനുമോളുടെ അമ്മായിയമ്മ എന്ന് പറയുന്ന ഈ ഭുവന്റെ അമ്മ നല്ല രീതിയിൽ സംസാരിക്കുക. അതുപോലെ തന്നെ അനുമോളെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അത് അവരുടെ ആ പെരുമാറ്റം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതുപോലെ സന്തോഷമായിട്ട് ഇരിക്കണം എന്നല്ലേ നമ്മൾ കരുതണ്ടേ? ആരും ആയിക്കോട്ടെ, ഇപ്പൊ ശത്രുക്കൾ പോലും ആയിക്കോട്ടെ, നമ്മൾ അവരെന്നാലും സന്തോഷമായിട്ട് ഇരിക്കട്ടെ. കല്യാണം കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഈ കല്യാണം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ അവർ സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്നാണ് നമ്മൾ കരുതേണ്ടത്. ഹാപ്പിയാണ്. ഭുവനേഷ് ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഭുവനേഷ് മലയാളം സംസാരികളെ കേൾക്കാൻ ഞങ്ങൾക്കൊരു കൊഞ്ചം ഞങ്ങൾക്ക് തമിഴ് അറിയില്ല, ഞങ്ങൾക്ക് കൊഞ്ചം തമിഴ് മാത്രമേ തെരിയും, അതുകൊണ്ട് ഞങ്ങൾ തമിഴ് സംസാരിക്കുന്നില്ല. ഭുവനേഷ് കൊഞ്ചം ഞാൻ 5-6 മാസം കൊണ്ട് ഞാൻ നന്നായിട്ട് മലയാളം പഠിപ്പിച്ചിട്ടുണ്ട്. അത് എന്ത് പറഞ്ഞാലും മനസ്സിലാവും, പേര് പറഞ്ഞാലും മനസ്സിലാവും. ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട്. എന്റെ മലയാളം കുറച്ച് കോമഡി ആയിട്ടായിരിക്കും, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ജോഡി എല്ലാവർക്കും ഞങ്ങളെ ഇഷ്ടപ്പെട്ടോ, ഞങ്ങളുടെ ജോഡി ഇഷ്ടപ്പെട്ടോ, എന്നെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഭുവനേഷ് ചോദിക്കുന്നുണ്ട്. ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? നല്ല സൂപ്പർ ജോഡി, അതുപോലെ തന്നെ നല്ല സ്മാർട്ട് ഒരു പയ്യൻ. ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ അസൂയുള്ളവരാണ് കൂടുതലും കമന്റ് ബോക്സിൽ വന്ന് കിടന്ന് മെഴുകുന്നത് എന്നുള്ളതാണ്. നമുക്കിനി അടിച്ചു പൊളിച്ചാലോ എന്ന് ചോദിക്കും. നമുക്കിനി അടിച്ചു പൊളിച്ചാലോ? അതെന്താണ് റെഡി? 5-6 മാസം കൊണ്ടുള്ള നല്ല പരിചയം ഉണ്ടെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. അനുമോള് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 5-6 മാസമായിട്ട് നല്ല പരിചയമുണ്ട് എന്നുള്ളത്. അപ്പം അതിലെനിക്ക് കുറച്ച് മലയാളമൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാലും ഫ്ലുവൻ്റ് ആയിട്ട് പുള്ളി മലയാളം സംസാരിക്കുന്ന ആളല്ല. എന്നാലും അവർ തമ്മിലുള്ള ബോണ്ട്
അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. രണ്ടുപേരും നല്ല സന്തോഷത്തോടു കൂടി നല്ല ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ കാണുമ്പം ഈ കടിമൂക്കുന്നവന്മാരുണ്ടല്ലോ, അവരൊക്കെയാണ് ഈ കമന്റ് ഇട്ട് ഓരോന്ന് പറയുന്നത് എന്നുള്ളതാണ്. എത്ര കമന്റ് ഇട്ടെന്ന് പറഞ്ഞാൽ ചില കമന്റുകളൊക്കെ അവരെ ശരിക്കും ബാധിക്കും. അതുകൊണ്ടാണ് അനുമോൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് തന്നെ. മരുമോളുടെ ഏറ്റവും പിടിച്ച ക്യാരക്ടർ എന്തമ്മ? എന്നത് அவங்களுடைய குணம் குணம் അന്ന് വെച്ചെന്താ? குவாலிட்டி ரொம்ப பிடிச்சிருக்கு. ഓ പിന്നെ അനുമോളെ എന്താണ് ഇത്രയും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അനുമോളിൽ ഇഷ്ടമുള്ളത് എന്താണ് എന്നാണ് ഇവിടെ ആങ്കർ ചോദിക്കുന്നത്. ഓക്കെ, അവർക്ക് തമിഴിലെ അറിയൂ. അപ്പൊ പിന്നെ അതിനകത്ത് ഗുണം എന്ന് പറയുന്നത് അവരുടെ സ്വഭാവം, ക്യാരക്ടർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ ആങ്കറിന് അത് മനസ്സിലായിട്ടില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ എന്താ? നിങ്ങളുടെ ക്യൂട്ട്നെസ് ആണോ, കുട്ടിത്താണോ, എന്താണ്? ഇതിന്റെയൊക്കെ തമിഴ് എനിക്ക് അറിയില്ല. അയ്യോ, நல்ல சாப்பாடு நல்லா சமைச்சு நல்லா கொடுக்குறாங்க. ரொம்ப பிடிச்சிருக்கு. ഓ ரொம்ப പിടിച്ചിருக்கு. പിന്നെ എന്ത് വേണം? നല്ല ഫുഡ് ഉണ്ടാക്കും, അതൊക്കെ നമുക്കറിയാം. നമ്മൾ ബിഗ് ബോസിൽ കണ്ടതല്ലേ, നല്ല ഫുഡ് ഉണ്ടാക്കും, നല്ല ഫുഡിയാണ്, അതുപോലെ തന്നെ ജോലി ചെയ്യും, അതുപോലെ നല്ല സ്വഭാവമാണ്, നല്ല ക്യാരക്ടറാണ് എന്നൊക്കെയാണ് പറയുന്നത്. ബുവ ആൻഡ് അനുമോളുടെ കോമ്പിനേഷൻ എപ്പിടി இருக்குங்க? சூப்பர்ப்பா. நைஸ். 10ல் എത്ര പൊരുത്തം അമ്മ കൊടുക്കുறீங்க? 10க்கு 10. 10க்கு 10. ഓക്കെ, 10ൽ 10 പൊരുത്തവും ഉണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്റെ മരുമോളെ, അത് അനുമോളെ എനിക്ക് അത്ര ഇഷ്ടമാണ് എന്നുള്ള രീതിയിലാണ് അവിടെ സംസാരിക്കുന്നത്. ഒരു പാവം, കണ്ടിട്ട് ഒരു പാവം, എനിക്കൊരു പാവം അമ്മായിയമ്മയായിട്ട് എനിക്ക് തോന്നുന്നു. അനുമോളുടെ ഭാഗ്യമാണ് കേട്ടോ. നമ്മള് അവരുടെ ആ സംസാരവും അവരുടെ ഇപ്പോഴത്തെ ആ രീതിയും വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ കൺഫേം ആയി. ഞാൻ എന്താ പറയാ, ഇത് ഭുവനേഷ്. എന്തായാലും മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ ഈ വ്ലോഗ് ഇടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇടുള്ളൂ എന്നാ ഞാൻ പറഞ്ഞേ. ഫോട്ടോ ഇതിനകത്ത് ഭുവൻ വന്നിട്ട് പിന്നെ ചോദിക്കുന്നത്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ സംസാര വിഷയമായ ഒരു ആളുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ പ്ലാച്ചി എവിടെ എന്നാണ് ചോദിക്കുന്നത്. ഇതിന്റെ പ്ലാച്ചി ഒന്ന് കാണിക്കാനാണ് പറയുന്നത്. അത് പറഞ്ഞ പ്ലാച്ചി ഇവിടെ തന്നെ ഉണ്ട്, കാണിക്കാമെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ കല്യാണ നിശ്ചയത്തിന്റെ സമയത്തുള്ള വീഡിയോ ആണ് കേട്ടോ, ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് അപ്പോഴും ഫ്രീ ആയിട്ടാണ് നല്ല ഇടപെടുന്നത്. എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ എനിക്ക് തോന്നുന്നു ലവ് മാരേജ് തന്നെയാണ് സാധ്യത കൂടുതൽ. ഇവരുടെ ആ പെരുമാറ്റവും ആ കുടുംബത്തിന്റേതായ ആ പെരുമാറ്റവും എല്ലാം കാണുമ്പോൾ ലവ് മാരേജ് ആകാനാണ് സാധ്യത കൂടുതൽ. നമുക്ക് നമ്മുടെ പ്ലാച്ചി ഒന്ന് കാണാം. കുറെ മാസങ്ങളായി പ്ലാച്ചി ഒന്ന് കണ്ടിട്ട്. ഈ പ്ലാച്ചി എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര സംഭവമായിരുന്നു. പ്ലാച്ചി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരാളുണ്ട്. അത് ആരാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇതിലൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു, പ്ലാച്ചിയിൽ കൂടോത്രം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരാളുണ്ട്. ആ ആളിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ചിരി വരും അത് എനിക്ക് ആ ഒരു സീൻ ഓർക്കുമ്പോൾ. ഓഹോ, അവർക്കാർക്കും അറിയില്ല. കേരളത്തിലെ ഫേമസ്, കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും. കേരളത്തിൽ ഫേമസ് ആണ് പ്ലാച്ചി എന്നാണ് പറയുന്നത്. അത് ഉറപ്പായ കാര്യമല്ലയോ? ബിഗ് ബോസ് പ്രേക്ഷകർ മൊത്തവും ഒരിക്കലും മറക്കത്തില്ല ഈ പ്ലാച്ചിയെ. അതുപോലെ തന്നെ ഈ പ്ലാച്ചി അതിനകത്ത് ഉണ്ടാക്കിയ വിഷയങ്ങൾ, പ്ലാച്ചിക്ക് വേണ്ടി അനുമോൾ ഉണ്ടാക്കിയ വിഷയങ്ങൾ എല്ലാം എന്നുവെച്ചാൽ പ്ലാച്ചിയിൽ കൂടോത്രം ഉണ്ടെന്ന് വരെ പറഞ്ഞുണ്ടാക്കി വലിയ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോയതാണ്. എന്തായാലും ഈ പ്ലാച്ചിയാണ് അനുമോൾ എങ്ങനെ ഫേമസ് ആയോ അതുപോലെ തന്നെ ഫേമസ് ആയതാണ് ഈ പ്ലാച്ചിയും. അപ്പൊ നിങ്ങൾ അവരുടേതായ ആ നിമിഷങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് അനുമോളുടെ നിശ്ചയ സമയത്ത് നടന്നത്. അതുപോലെ തന്നെ ഇപ്പം കല്യാണവും കഴിഞ്ഞു. ഓക്കെ, അവര് സന്തോഷമായിട്ട് ജീവിക്കുന്നു, സന്തോഷമായിട്ട് അവർ ഒരുപാട് ഇടങ്ങളിൽ പോകുന്നു, അവർ ഒരുമിച്ച് കുറച്ച് റീലുകൾ ഇടുന്നു, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് പോകുന്നു. ഇവർ രണ്ടുപേരും ഇപ്പൊ സെലിബ്രിറ്റീസ് ആയി. എന്ന് വെച്ചാൽ അനുമോളുടെ കൂടെ ആയപ്പോഴത്തേക്ക് ഭുവനും ഇപ്പൊ സെലിബ്രിറ്റിയാണ്. ഭുവന് നല്ല സ്മാർട്ട് ഒരു പയ്യനും. അപ്പം ഇവർ തമ്മിൽ പോകും, പലയിടങ്ങളിൽ പോകും, പലരും വീഡിയോസ് എടുക്കും, റീൽസ് എടുക്കും, ഇതൊക്കെ എടുക്കും. പക്ഷെ അതിലൊക്കെ കുറ്റങ്ങൾ കണ്ടെത്തി ഈ പറഞ്ഞ അനുമോളെ ഏത് രീതിയിൽ അനുമോൾക്കെതിരെ കമന്റ് ഇടാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ അനുമോളെ നെഗറ്റീവ് ആക്കാം എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കുള്ള മറുപടിയാണ് ആദ്യം അനുമോൾ തന്നത്. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും അതിനൊന്ന് വെറുതെ വിടുക. അത് കല്യാണം കഴിഞ്ഞു, അതിന്റെ പാട്ടിന് പോട്ടെ, അതിന്റെ ജീവിതം സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. എന്തിനാണ് നമ്മൾ പിന്നെയും പുറകിൽ പോയിട്ട് ഇങ്ങനെ
വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഓക്കെ, വേണ്ട കാര്യങ്ങളാണെങ്കിൽ ഓക്കെ, ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ കമന്റ് ആയിട്ട് ചെയ്ത് അവരുടെ സന്തോഷത്തെ നമ്മൾ നശിപ്പിക്കാൻ നടക്കുന്നത്. കാര്യമായ കാര്യമാണെങ്കിൽ ഓക്കെ, നമുക്കറിയാം കമന്റ് ഇടുമ്പോൾ നമുക്ക് അതിനെക്കൊണ്ട് പ്രതികരിക്കാൻ കഴിയും. ഈ കാര്യമില്ലാത്ത കാര്യത്തിന് ചെറിയ അവിടെ നുള്ളി പിച്ചി മാന്തി ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് കമന്റ് ഇടുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, എന്തായാലും അവരുടെ ജീവിതം സന്തോഷമായി മുന്നോട്ട് പോകട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.